നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റ്. നിമിഷപ്രിയയുടെ മോചനത്തിന് സാധ്യമായതെല്ലാം ചെയ്യും. യമനിൽ കൊല്ലപ്പെട്ട പൗരന്റെ കുടുംബവുമായി സംസാരിക്കുമെന്ന് ഇന്ത്യ. യമനിൽ കൊലപാതക കുറ്റത്തിൽ ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനം ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ തുടക്കമിട്ടതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നിമിഷപ്രിയ സാജു എന്ന മലയാളി നഴ്സ് യമനിൽ ജോലി ചെയ്യുമ്പോൾ നാട്ടുകാരനായ യമൻ പൗരനെ വിഷം നൽകി കൊന്നു എന്ന കുറ്റത്തിൽ കഴിഞ്ഞ 4 വർഷമായി ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേസിൽ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഇസ്ലാമിക നിയമപ്രകാരമുള്ള അഫ്വ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനാണ് ഇപ്പോഴത്തെ ശ്രമം. നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമാകുന്ന എല്ലാ നിയമവഴികളും പരിശോധിക്കുന്നു. യമൻ പൗരന്റെ കുടുംബവുമായി നേരിട്ടും പാരമ്പര്യ മത നേതാക്കളിലൂടെയും ആശയവിനിമയം നടക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. സർക്കാർ രഹസ്യതലത്തിൽ ഇടപെടലുകളും കേരള സർക്കാർ, ഇന്ത്യൻ എംബസി, മാധ്യമങ്ങളിലൂടെയും പിന്തുണ ശക്തമാക്കുന്നുണ്ട്. യമനിലെ ആഭ്യന്തര സംഘർഷം, ഇസ്ലാമിക നിയമങ്ങൾ, കുടുംബത്തിനുള്ള അർത്ഥവത്തായ നഷ്ടപരിഹാരം എന്നിവ അടിസ്ഥാനമാക്കി പരിശുദ്ധ മാപ്പ് അനുവദിക്കാൻ സാധ്യതയുള്ളതായി നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ കുടുംബം കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. നിമിഷപ്രിയയുടെ അമ്മയും ബന്ധുക്കളും കേന്ദ്ര സർക്കാരിനെയും കേരള മുഖ്യമന്ത്രിയെയും നിരന്തരം അഭ്യർത്ഥിക്കുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലെയും വനിതാ സംഘടനകളിലെയും പ്രക്ഷോഭങ്ങൾ കേസിന് വീണ്ടും ശ്രദ്ധ ലഭിക്കാൻ സഹായിച്ചു. നിയമപരമായി ബ്ലഡ് മണി നൽകുന്നതിലൂടെ മാപ്പ് ലഭിക്കാമെന്നതാണ് ഏറ്റവും സാധ്യതയുള്ള മാർഗം. അതിനായി ഇന്ത്യയിൽ നിന്നുള്ള സഹായനിധികൾ, NGO പ്രവർത്തനം, പ്രാർത്ഥനാ കൂട്ടായ്മകൾ തുടങ്ങിയവ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നിമിഷപ്രിയയുടെ മോചനം യമനിലെ നിലപാടുകളിലും നിയമവ്യവസ്ഥകളിലും ആശ്രയിച്ചിരിക്കുന്നു. എന്നിരുന്നാലും ഇന്ത്യൻ സർക്കാർ അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും തുടരുന്നുണ്ടെന്നും നിമിഷപ്രിയയ്ക്ക് വേണ്ടി പ്രതീക്ഷകൾ ഉയരുന്നുവെന്നുമാണ് ദൗത്യസ്ഥാനം വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.